കഴിഞ്ഞ ദിവസം പുനലൂർ സെന്റ് തോമസ് സ്കൂളിനെതിരെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാവുന്നതും അതുപോലെ എനിക്ക് അനുഭവം വന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പഴഞ്ചൊല്ലുണ്ടല്ലോ, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷക്കാരുണ്ടാവും. നമ്മളൊരു സത്യം പറയുമ്പോൾ ആ സത്യത്തിന്റെ കൂടെ ഇന്നത്തെ കാലത്ത് ആരും കാണത്തില്ല. ചിലവര് അനുകൂലിക്കാനും ചിലവര് ഇതിനെ വിമർശിക്കാനും ഇടയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത്. പക്ഷെ സത്യം പറഞ്ഞാൽ എന്റെ പടച്ചോനെ 50 മിനിറ്റുള്ള ആ ബ്ലോഗിൽ വന്ന കമന്റ് 2100 കമന്റുകളാണ് വന്നത്. അതിൽ ഒരു കമന്റ് പോലും നെഗറ്റീവ് ഇല്ല. ഇതുപോലെ അനുഭവം വന്ന വിദ്യാർത്ഥിയാണ്, ഉള്ളിൽ നിന്ന് പോയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്, പറയാൻ ധൈര്യമില്ലാത്ത പോയ കാര്യമാണ് നീ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ഇന്നലെ മുതൽ എനിക്ക് ഫോൺ എടുക്കാനും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനും ഉള്ളായിരുന്നു സമയം. പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. സത്യം പറഞ്ഞിട്ട് മരിച്ചങ്ങ് മരിക്കണം, ഇതുവരെയും എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഹലോ യൂട്യൂബിലൊക്കെ ഈ അപവാദങ്ങൾക്ക് ഇടുന്ന ഒരു മര്യാദയുണ്ട്. ആൾക്കാർക്ക് ക്ഷമിക്കൊരു മര്യാദയുണ്ട്. ഈ യൂട്യൂബിലൊക്കെ ഞാൻ അതിനകത്ത് എനിക്ക് പേടിയില്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിക്കുക. പറഞ്ഞത് നിന്നെയും നിന്റെ ഭർത്താവിനെയും വെട്ടിക്കൊന്നു കളയുന്നു എന്തോ ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോടി. എന്നിട്ട് ലാസ്റ്റ് ഒരു ചീത്തയും ഒരു ചീത്തയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ ഫോട്ടോയുണ്ട്. പുള്ളിക്കാരൻ ഒരു പോലീസ് ഓഫീസറാണ്. സ്കൂളാണോ എന്റെ നമ്പർ പബ്ലിക് ആക്കിയത് എന്ന് എനിക്ക് അറിയത്തില്ല. അതിനുശേഷം സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരാൾ എന്തുവാ ആരാ നീ പറഞ്ഞ രണ്ട് ടെമ്പിള്ളേരെ എത്തിക്കാന്ന് പറഞ്ഞിട്ട് അവരെ എത്തിച്ചില്ലല്ലോ. ഞാൻ ഇവിടെ കാത്തിരിക്കുക. എനിക്കൊന്ന് ബുക്ക് ചെയ്യേ. ഒരു 8 മണിക്ക് എത്തിക്കാന്ന് പറഞ്ഞാല് ഞാൻ കാത്തിരിക്കുക. ഹലോ സ്വന്തം ആൾക്ക് വഴി നീ എന്ത് വഴി കള്ളി ഇങ്ങനെ സംസാരിക്കുന്നേ? നിന്റെ കാറ്റാണ് ഞെട്ടില്ല. ശരി വെച്ച ഇങ്ങനെ 10 പേരെ കൊണ്ട് വിളിപ്പിച്ചാൽ നമ്മളങ്ങ് അല്ലെങ്കിൽ ഞാനങ്ങ് പേടിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെയാണ്. നമ്മളൊക്കെ സാധാരണ ആൾക്കാരാണ്. സാധാരണ ഗ്രാമപ്രദേശത്ത് സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പണം വാരി എറിഞ്ഞ് എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരും. ചേട്ടന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ അടിച്ചതിന്റെ ധൈര്യം ചേട്ടനുള്ളൂ. അത് ആ അടിച്ചതിന്റെ കെട്ടങ്ങ് പോകുമ്പോ ആ ധൈര്യം അങ്ങ് ചോർന്ന് പൊക്കോളും. തൻ്റെ ഇടത്തോടു കൂടി ആരെയും പേടിക്കാതെ മുഖത്ത് നോക്കി പറയാനുമുള്ള ധൈര്യം പടച്ചോൻ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കള്ളത്തരം കാണിക്കാത്തതുകൊണ്ടും കള്ളത്തരം ചെയ്യാത്തത് കൊണ്ടുമാണ്. എന്നെപ്പോലെ നമ്മുടെ ഫാമിലിയെ പോലെ എത്രയോ ഓട്ടോ ചേട്ടന്മാര്, എത്രയോ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരെ, എത്രയോ എൻ്റെ അത്തച്ചിയെയും അനിയനെയും എൻ്റെ അണ്ണനെയും ഒക്കെ പോലെ എത്രയോ പ്രവാസികളായ ആണുങ്ങൾ വന്ന് പൊങ്കാല ഇട്ടിട്ട് പോകും നിങ്ങളുടെ നമ്പറിൽ. നിങ്ങളുടെ കഴപ്പമൊക്കെ ഇപ്പം തീർത്ത് തരും. കാരണം ഈ നമ്പർ ഒന്ന് ഞാൻ കൊടുത്താൽ മതി, തുരുതുരാന്ന് നിങ്ങളുടെ ആ ഒരു മുട്ടൽ മാറ്റാൻ വേണ്ടി അവർ വിളിച്ചോളും സാധാരണ ജനങ്ങൾ.